നമസ്കാരം. യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവിന്റെ ജീവിതം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത്ര സജീവമല്ലാത്ത താരം യാത്രകൾക്കിടയിലെ ചിത്രങ്ങളാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കാറുള്ളത്. അഭിനയിച്ച സിനിമ സൂപ്പർ ഹിറ്റായി തിയേറ്ററുകളിൽ ഓടുമ്പോൾ അതിലെ നായകൻ ഇതൊന്നും കാര്യമാക്കാതെ തന്റെ യാത്രയിലായിരിക്കും. ഒരു സാധാരണക്കാരനെ പോലെ സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിക്കുന്ന പ്രണവിനെ നമുക്കറിയാം. അപ്പോഴെല്ലാം ആരാധകരുടെ കമന്റ് ഇങ്ങനെയാണ്: കൊല്ലത്തിൽ ഒരു തവണ വരുന്നു, ഒരു പടം ചെയ്യുന്നു, പടം ഹിറ്റടിക്കുന്നു, പോകുന്നു. എടോ, ആ ചങ്ങായിനോട് പറ, മൂപ്പരാണ് ഈ പടത്തിലെ നായകനും ഈ പടം ഹിറ്റാണെന്നും. എജ്ജാതി മനുഷ്യനാടാ. ഇങ്ങനെയാണ് കമന്റുകൾ വരാറുള്ളത്. വളരെ വേറിട്ടൊരു ജീവിതമാണ് പ്രണവ് മോഹൻലാലിന്റേത്. അച്ഛന്റെ പേരും പ്രശസ്തിയും സമ്പത്തും ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ലളിതമായ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച മകൻ. യാത്രകളോടും പുസ്തകങ്ങളോടുമാണ് പ്രണയം. ഈ രണ്ട് കാര്യത്തിനും വേണ്ടിയുള്ള പണത്തിനു വേണ്ടിയാണ് ഇടയ്ക്ക് സിനിമകളിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും യാത്രകളാണ്. ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഫോട്ടോകൾ പങ്കുവെക്കുമ്പോഴാണ് ഏതോ മലയുടെ മുകളിലാണ് താരപുത്രൻ എന്ന് ആരാധകർ അറിയുന്നത്. പക്ഷെ എവിടെ പോവുകയാണെങ്കിലും വീട്ടിലേക്ക് വിളിച്ച് വിവരം പറയാറുണ്ടെന്ന് അമ്മ സുചിത്ര പറയുന്നു. അങ്ങനെ കുറെ കാലത്തിനു ശേഷം പ്രണവ് തുടർച്ചയായി ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. ബ്ലറായ 2 ഫോട്ടോകളും പിന്നെ ഒരു സന്തോഷ വാർത്തയുമാണ്. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് കൂടെ പറഞ്ഞു തന്നിട്ട് പോകൂ. ബുദ്ധിജീവികൾക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവൂ. മനസ്സിലായതുപോലെ ഇരിക്കാം എന്ന തരത്തിലൊക്കെയാണ് ഫോട്ടോയ്ക്ക് താഴെ കമന്റ് വരുന്നത്. ഫോട്ടോ എടുത്തപ്പോൾ ഫോക്കസ് ഔട്ടായതാവും എന്നാണ് 2 ഫോട്ടോയ്ക്ക് വരുന്ന കമന്റുകൾ. പ്രണവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാത്തവരാണ് ഭൂരിഭാഗവും. എന്നാൽ മറ്റൊരു പോസ്റ്റിൽ കാര്യം വളരെ വ്യക്തമാണ്. ആ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളെല്ലാം വളരെ പോസിറ്റീവാണ്. ആശംസാ പ്രവാഹങ്ങളും വന്നു ചേരുന്നു. അത് മറ്റൊന്നുമല്ല, പ്രണവ് ഇനിയൊരു എഴുത്തുകാരൻ കൂടെയാണ്. തന്റെ രചനയിൽ പുറത്തിറങ്ങുന്ന പുതിയ പുസ്തകത്തിന്റെ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് താരപുത്രൻ. തന്റെ കവിതകളെല്ലാം കോർത്തിണക്കി ലൈക്ക് ഡിസേർട്ട് ഡൂൺസ് എന്ന പുസ്തകം എഴുതുന്നു. കാത്തിരിക്കൂ എന്ന് പ്രണവ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ടുണ്ട്. ആശംസകളുമായി ആദ്യം എത്തിയത് സഹോദരി വിസ്മയ മോഹൻലാൽ തന്നെയാണ്. ചേട്ടന് മുൻപേ ഒരു പുസ്തകം എഴുതിയ ആളാണ് വിസ്മയ. ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്ന പുസ്തകം നക്ഷത്രധൂളികൾ എന്ന പേരിൽ റോസ്മേരി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. ഇപ്പോൾ ആ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് എഴുതുന്ന തിരക്കിലാണ് താരപുത്രി. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലാണ് പ്രണവ് മോഹൻലാൽ ഒടുവിൽ അഭിനയിച്ചത്. അതിനുശേഷം യാത്രകൾക്കായി ഇറങ്ങിയ നടൻ ഇടയ്ക്ക് തന്റെ യാത്രയിലെ കാഴ്ചകളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. നടൻ എന്നതിനപ്പുറം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലേക്ക് മാറാൻ പോകുന്ന പ്രണവിന്റെ അടുത്ത സിനിമ ഏതാണ് എന്ന് അന്വേഷിച്ച ആളുകൾ കമന്റ് ബോക്സിൽ എത്തുന്നുണ്ട്.